ഹായ് എവ്രിവൺ, നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ജേർണലിങ്ങിനെ കുറിച്ചാണ്. എന്താണ് ജേർണലിംഗ്? ജേർണലിംഗ് ഇസ് എ പ്രാക്ടീസ് ഓഫ് റൈറ്റിംഗ് ഡൗൺ യുവർ തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് എക്സ്പീരിയൻസസ്. നമ്മളുടെ തോട്ട്സ്, ഫീലിങ്സ്, എക്സ്പീരിയൻസ് ഇതൊക്കെ നമ്മൾ നോട്ട്ബുക്കിലേക്ക് എഴുതുക. അതാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. ജേർണലിങ്ങിന് അങ്ങനെ പ്രത്യേകിച്ച് റൂൾസും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഡയറി എഴുതാറുണ്ടായിരുന്നില്ലേ, അതിൻ്റെ ഒരു ക്രിയേറ്റീവ് വേർഷനാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. ഇനി ജേർണലിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? നമ്മളുടെ ആങ്സൈറ്റിയും സ്ട്രെസ്സിനെയും മാനേജ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സെൽഫ് അവെയർനെസ്സിനെ എൻഹാൻസ് ചെയ്യാനും അൾട്ടിമേറ്റ്ലി നമ്മളുടെ മെൻ്റൽ ക്ലാരിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും ജേർണലിംഗ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഒരു ഗോൾസ് അച്ചീവ് ചെയ്യാനും അത് ട്രാക്ക് ചെയ്യാനും നമ്മളെ സഹായിക്കുന്നു ജേർണലിംഗ്. നമ്മളുടെ ഗോൾസിലേക്ക് എത്താൻ വേണ്ടി എന്തൊക്കെ സ്റ്റെപ്സാണ് നമുക്ക് വേണ്ടുന്നത്, എന്തൊക്കെ പ്ലാൻസാണ് നമുക്ക് ചെയ്യേണ്ടത്, ഇതൊക്കെ നമ്മൾ ജേർണലിൽ നമുക്ക് എഴുതി വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റും. അങ്ങനെ അൾട്ടിമേറ്റ്ലി നമ്മളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ നമ്മളെ ജേർണലിംഗ് വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജേർണലിംഗ് ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ച് ക്രിയേറ്റീവായിട്ടുള്ളൊരു റൈറ്റിംഗ് ആണെന്ന്. നമ്മളുടെ ക്രിയേറ്റിവിറ്റി എൻഹാൻസ് ചെയ്യാൻ വളരെയധികം സഹായിക്കുന്നുണ്ട് ജേർണലിംഗ്. അതുപോലെ നമ്മുടെ കോൺഫിഡൻസിനെ ഇൻക്രീസ് ചെയ്യുന്നു, നമ്മളുടെ പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിനും വളരെയധികം സഹായിക്കുന്നുണ്ട്. ജേർണലിംഗ് നമ്മളുടെ മൈൻഡ്ഫുൾനെസ് ഇൻക്രീസ് ചെയ്യുന്നു, അതുപോലെ തന്നെ നമ്മുടെ സെൽഫ് എസ്റ്റീം ബൂസ്റ്റ് ചെയ്യുന്നു. ഇത്രയുമാണ് ജേർണലിങ്ങിൻ്റെ